ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നയിക്കുന്ന കൂട്ടനടത്തം ഇപ്പോൾ കോട്ടയത്താണ് തുടങ്ങിയിരിക്കുന്നത്. കളക്ടറേറ്റ് കവാടം മുതൽ ഗാന്ധി സ്ക്വയർ വരെയാണ് കൂട്ടനടത്തം. സുന്ദരമായ പ്രഭാതത്തിൽ ലോക മനസാക്ഷിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ക്കെതിരെ നമുക്ക് പോരാടാം. പ്രൗഡ് കേരള രമേശ് ചെന്നിത്തല. എന്തായാലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ഇനീഷ്യേറ്റീവുകൾ സ്വാഗതാർഹമാണല്ലേ? കാരണം ഒരുപാട് ആളുകളെയൊക്കെ ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാഭാവികമായിട്ട് യുവജനങ്ങൾക്കിടയിൽ ഇത്തരം ഒരു സന്ദേശം എത്തുമ്പോൾ ഒരുപക്ഷെ അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമൊക്കെ നടത്തുക. അത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കുറെ കാലമായിട്ട് നടന്നു വരുന്നുണ്ട്. ഇപ്പോഴും കൊച്ചിയിലായിരുന്നു, നല്ല ജനപങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നു. കോട്ടയത്തും സമാനമായ രീതിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ട് എന്ന് കരുതുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഒരു പക്ഷേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതോ അഭിനന്ദിക്കേണ്ടതോ ആയ പ്രവർത്തനങ്ങളാണ്. സംശയമില്ല കാര്യത്തിൽ. കാരണം ലഹരിയുമായി ബന്ധപ്പെട്ട് ഉള്ള ക്രിമിനൽ വാർത്തകൾ എത്രത്തോളം സമൂഹത്തിൽ വരുന്നു, ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇതിനൊക്കെ പ്രസക്തിയേറുന്നത്. ജോസി ബാബു ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി. ജോസി, ഇപ്പോൾ ആ യാത്ര കൂട്ടനടത്തം തുടങ്ങിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുമ്പോൾ വലിയൊരു ജനപങ്കാളിത്തം അവിടെ കാണുന്നുമുണ്ട്. അപ്പോൾ ആരൊക്കെയുണ്ട്, പങ്കെടുക്കുന്നു, എന്തൊക്കെയാണ് പരിപാടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? സുന്ദരമായ പ്രഭാതത്തിൽ ലോക മനസാക്ഷിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ജിൽസി വോക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ് എന്ന മുദ്രാവാക്യം ഉയർത്തി രമേശ് ചെന്നിത്തല സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ലഹരി വിരുദ്ധ കൂട്ടനടത്തത്തിൻ്റെ ഭാഗമായുള്ള നടത്തമാണ് കോട്ടയത്ത് നടന്നത്. കോട്ടയത്ത് കളക്ടറേറ്റ് മുതൽ ഗാന്ധി സ്ക്വയറിൽ വരെയായിരുന്നു ഈ ജാഥ നടന്നത്. ഇതിൽ കലാ, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ പ്രവർത്തകർ അടക്കം പങ്കെടുക്കുകയും ചെയ്തു. ഇപ്പോൾ സമാപന ചടങ്ങുകളുടെ ഭാഗമായുള്ള വീട്ടമ്മമാർ അവതരിപ്പിക്കുന്ന തെരുവ് നാടകത്തിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തെയും വേദിയിൽ കാണാം. എന്തായാലും വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് കോട്ടയത്തെ പരിപാടി സമാപിച്ചത്. കോട്ടയത്ത് വിപുലമായ ക്രമീകരണങ്ങൾ ഈ ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെടുത്തിയിരുന്നു. കുട്ടികളുടെ സ്കേറ്റിംഗ്, അതോടൊപ്പം തന്നെ ബാൻഡ് വാദ്യങ്ങളടക്കമുള്ളവ അദ്ദേഹത്തിന്റെ പരിപാടിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കോട്ടയത്തെ പരിപാടിയുടെ ഒരു പങ്കാളിത്തം? ഈ എന്ത് സന്ദേശമാണ് ഇവിടെ നമ്മൾ പങ്കുവെക്കുന്നത്? ജീവിതത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ കോട്ടയത്തെ പരിപാടിയിൽ ഉണ്ടായിരുന്നു. ബേക്കർ സ്കൂളിലെ കുട്ടികൾ, YWCA, അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങൾ, രാഷ്ട്രീയക്കാർ, സിനിമക്കാർ, വൈദിക ശ്രേഷ്ഠന്മാർ, ബിഷപ്പന്മാർ, അങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ. അതോടൊപ്പം തന്നെ നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. വലിയ മുന്നേറ്റമാണ് കോട്ടയത്തുണ്ടായത്. എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. കോട്ടയത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അബിൻ വർക്കിയുടെ വിഷയം അല്പം മുമ്പും അദ്ദേഹത്തോട് ഈ അബിൻ വർക്കിയുടെ വിഷയം നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രതികരണം നൽകിയില്ല. അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത്. എന്തായാലും ഐ ഗ്രൂപ്പിന് അബിൻ വർക്കിയെ ഒതുക്കിയതിൽ വലിയ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല നേരത്തെ ഒരു വേദിയിൽ വെച്ച് അബിൻ വർക്കിയെ ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്തതാണ് അടുത്ത സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ. ആ നിലയ്ക്കൊക്കെയും ഐ ഗ്രൂപ്പിന് വലിയ അമർഷമുണ്ട്. അത് അദ്ദേഹത്തിന് മറുപടി നൽകാതെ, പ്രതികരിക്കാതെ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും കോട്ടയത്ത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടന്ന യാത്ര, ലഹരി വിരുദ്ധ യാത്ര വലിയ പങ്കാളിത്തത്തോടെയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ശരി ജോസി, അതിനിടയ്ക്ക് നൈസായിട്ട് അബിൻ വർക്ക് എന്ന് ചോദിച്ചതാണ് ജോസി. കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോഴും വരട്ടെ എന്നായി. ഇന്ന് ശരിക്കും എന്നാ വരട്ടെ എന്ന രീതിയിലാണ് ചെന്നിത്തല പോകുന്നത്. പക്ഷേ